السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ സുഹൈൽ അസീസ് എഴുതിയ വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സൂറ ബഖറയിലെ 71-72 വചനങ്ങൾക്ക് ഉള്ള വിശദീകരണം എന്ന നിലയിൽ ഇത് പരിശോധന വിധേയമാക്കേണ്ടതാണ്. ഹസരത്ത് ഖലീഫത്തുള്ള പറയുന്നു, വെൻ മൂസ അലൈഹിസ്സലാം അനൗൺസ്ഡ് ടു ദ ഇസ്രയേലിറ്റ്സ്, മൂസ അലൈഹിസ്സലാം ഇസ്രയേലികളോട് ഒരു പ്രഖ്യാപനം നടത്തി. അത് ടു സാക്രിഫൈസ് ദ ഹെയ്ഫർ, പശുക്കുട്ടിയെ ബലിയർപ്പിക്കുന്നതിനായിരുന്നു. ഒരു സിമ്പിളായ കാര്യം, ഒരു പശുക്കുട്ടിയെ നിങ്ങൾ ദൈവവഴിയിൽ ബലിയർപ്പിക്കുക, ഇതായിരുന്നു ആ കൽപ്പന. ദേ ട്രീറ്റഡ് ഇറ്റ് ആസ് എ ജസ്റ്റ്. അവർ ഇതിനെ കണക്കാക്കിയത് ഒരു തമാശയായിട്ടാണ്. വെൻ മൂസ അലൈഹിസ്സലാം കണ്ടിന്യൂഡ് സോളംലി, മൂസ അലൈഹിസ്സലാം ഭയഭക്തി പുരസ്സരം ടു ആസ്ക് ഫോർ ദ സാക്രിഫൈസ്, നിങ്ങൾ ബലിയർപ്പിക്കുക എന്ന് അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. വെൻ മൂസ അലൈഹിസ്സലാം കണ്ടിന്യൂഡ് സോളംലി ടു ആസ്ക് ഫോർ ദ സാക്രിഫൈസ്, വളരെ ആദരവോടെ നിങ്ങൾ ഈ ബലിയർപ്പണം നടത്തൂ എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞുകൊണ്ടിരുന്നു. ദേ പുട്ട് ഹിം ഓഫ്, എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തെ അവർ വിട്ടുകളഞ്ഞു. പുട്ട് ഹിം ഓഫ് ഓൺ വൺ പ്രിടെക്സ്റ്റ് ആൻഡ് അനദർ. അതെങ്ങനെയാണ്? ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് വേറൊരു ഒഴിവ് കഴിവ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യാതിരിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് അവർ ആരാഞ്ഞുകൊണ്ടിരുന്നത്. ആസ്കിങ് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്താണ് അനേകം ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ തുടങ്ങി. വിച്ച് ദേ കുഡ് ഹാവ് ആൻസേർഡ് ദംസെൽവ്സ്, ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ഉത്തരം പറയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചതൊക്കെ. അപ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് നന്മയിൽ നിന്നും അകലുവാനുള്ള ഒരു വഴിയാകും. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വായിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലുള്ള ഇപ്പോഴുള്ള ആളുകൾക്ക് ബാധകമായ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഖുർആൻ സംസാരിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് നടന്ന ചില സംഭവങ്ങളെ എടുത്തുദ്ധരിച്ച് പറയുന്നതാണ് എന്ന് അതിൽ പറയുന്നെങ്കിലും അത് ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുവോ അവർക്ക് ആ കാലത്തേക്കുള്ള ആപ്ലിക്കബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്.
ഉദാഹരണം പറഞ്ഞാൽ ഒരു ജലാശയം, അത് അല്ലെങ്കിൽ ഒരു കിണർ, അതിൽ ജലം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു 2, 3, 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ ജലം നിറഞ്ഞു കിടക്കുന്നതെങ്കിൽ അന്നുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് പാനം ചെയ്തു, അവർ കടന്നുപോയി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആ കിണറുണ്ട്, നമുക്കും ആവശ്യമായിട്ടുള്ള ജലം അതിൽ നിന്നും ലഭിക്കുന്നു. ഇതുപോലെ വിശുദ്ധ ഖുർആന്റെ അമാനുഷികമായ കഴിവിനാൽ മുൻപ് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും അത് ബാധകമായി വരുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് സത്യവും ധർമ്മവും അറിയാമായിരുന്നിരിക്കെ അതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങൾ ആണ് നടത്തുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനും തർക്കിക്കാനും ഒക്കെയുള്ള ഒരു മാനസിക നിലയിലാണ് ആളുകൾ ഉള്ളത്. പരിശുദ്ധമായ പരിപാവനമായ സ്ഥലങ്ങളിൽ എത്തി ധർമ്മബോധം ആർജിച്ച് നന്മയിലേക്ക് ഉയർന്നു പോകുന്നതിന് പര്യാപ്തമായ ഇടങ്ങളിൽ എത്തിച്ചേർന്നാൽ പോലും മനുഷ്യൻ പരസ്പരം ദുഷിക്കുകയും അപമാനിക്കുകയും നന്മയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വ്യക്തിജീവിതം ശുദ്ധമാക്കാത്തിടത്തോളം കാലം, കുടുംബജീവിതം സംശുദ്ധമാക്കാത്തിടത്തോളം കാലം മാനവൻ തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും അതിൻ്റെ ഉപചോദ്യങ്ങളുമായിട്ട് നമ്മളൊക്കെ നമ്മുടെ സംസാരത്തെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്തു നോക്കുകയാണെങ്കിൽ, വിശകലനം ചെയ്തു നോക്കുകയാണെങ്കിൽ, അത് പുരുഷനാകട്ടെ, സ്ത്രീയാവട്ടെ, കുട്ടികളാകട്ടെ, ആവശ്യത്തിനുള്ള ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് അതോ അനാവശ്യമായ ചോദ്യങ്ങളാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തി നോക്കുമ്പോഴാണ് അതിൽ ബഹുഭൂരിഭാഗവും നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല അനുഗ്രഹിച്ച് നൽകിയ ഈ നാവിനെ ഉപയോഗപ്പെടുത്തിയതെന്ന് മനസ്സിലാവും. അതാണ് ഇവിടെ പറയുന്നത്. വിച്ച് ദേ കുഡ് ഹാവ് ആൻസർഡ് ദംസെൽവ്സ്. സ്വയം ഉത്തരം കണ്ടെത്തേണ്ട കാര്യങ്ങൾ അവർ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇഫ് ദേ ഹാഡ് ലിസൺ ടു മൂസാസ് ഡയറക്ഷൻ, മൂസ അലൈഹിസ്സലാം നൽകിയ ആ നിർദ്ദേശം, ആ മാർഗരേഖ അനുസരിച്ച് അവരത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ അവർക്ക് ഒഴിവാക്കാവുന്നതായിരുന്നു. Their questions were carping criticism. അവരുടെ ചോദ്യങ്ങൾ വേർ കാർപ്പിംഗ് ക്രിറ്റിസിസം, കുറ്റം കണ്ടുപിടിക്കുന്ന നിരൂപണങ്ങളായിരുന്നു. ഒരു മനുഷ്യൻ അവനൊരു നന്മയാണ് ചെയ്തതെന്നിരിക്കൽ ആണെങ്കിൽ പോലും അതിനകത്തുള്ള കുറ്റം കണ്ടുപിടിക്കുവാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യന് ഉണ്ട്. അത് അവൻ്റെ ഈ രക്തത്തിലൂടെ ഒഴുകുന്ന ഈ പിശാചിൻ്റെ പ്രവണതയാണ്. അതിനെ നമ്മൾ സമ്പൂർണമായും കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ ഏതൊരു വ്യക്തിയിലും അത് സംഭവിക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അവർ നന്മ കാണുന്നതിന് പകരം അവരിലുള്ള തിന്മയായിരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. Their questions, അവരുടെ ചോദ്യങ്ങൾ, വേർ കാർപ്പിംഗ് ക്രിറ്റിസിസം, കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നിരൂപണങ്ങളായിരുന്നു. റാദർ ദാൻ റിസൾട്ട് ഓഫ് എ ഡിസയർ ഫോർ ഇൻഫർമേഷൻ, വിവരമറിയാൻ വേണ്ടിയായിരുന്നില്ല. അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്, ആ സംശയത്തിനുള്ള ഒരു പരിഹാരമെന്ന നിലയിൽ വിവരമറിയുക എന്നുള്ളതിന് പകരം അതിലുള്ള കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഇത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമ്മൾ ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരുടെയും കുറ്റം, തെറ്റ്, കുറവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നന്മയിലേക്ക് മുന്നേറാൻ ശ്രമിക്കണമെന്നുള്ള ഉപദേശമാണ് നൽകുന്നത്. ഇറ്റ് വാസ് എ മിയർ തിൻ പ്രിറ്റൻസ് ദാറ്റ് ദേ വേർ ജെന്യുവൻലി സീക്കിംഗ് ഗൈഡൻസ്. ഇറ്റ് വാസ് എ മിയർ തിൻ പ്രിറ്റൻസ്. അത് അവരുടെ ഒരു മൃദുലമായ ഒരു നാട്യമായിരുന്നു. ഞങ്ങൾ നല്ല ആളുകളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ചില വലിയ ആളുകളുടെ പുറകിൽ എന്ന് കരുതുന്നവരുടെ പുറകിൽ മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കും. കണ്ടിട്ടില്ലേ, പ്രധാനമന്ത്രി, പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ വലിയ ആൾക്കാർ, സമൂഹത്തിൽ ഉള്ള ആളുകൾ, മന്ത്രിമാർ, ഇത് അല്ലെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥന്മാർ, അവരുടെ അടുത്ത് നിന്നൊക്കെ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പല നാട്യങ്ങളിലൂടെയും പല
ഇത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രമാണെന്ന് ധരിക്കേണ്ട. ആത്മീയതയുടെ വേഷം കെട്ടി നടക്കുന്ന ആളുകളും ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതവർ തെളിയിക്കുന്നില്ല എങ്കിൽ ആ ആത്മീയത എന്ന് പറയുന്നതൊക്കെ വെറും വേഷം കെട്ടൽ മാത്രമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ 700 കൽപ്പനകൾ ഉണ്ട്. ആ 700 കൽപ്പനകൾ ഈ ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തേണ്ടതാണെന്ന ആത്മീയ ആചാര്യന്മാരും അവരെ ചുറ്റിപ്പറ്റി വരുന്ന ശിഷ്യന്മാരും. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ വെറും ഒരു കപടവേഷമായി മാറിപ്പോവുകയും ചില ചോദ്യോത്തരങ്ങളിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുന്ന വെറും അർത്ഥശൂന്യമായ ചർച്ചകളായി മാറിപ്പോകും. ഇറ്റ് വാസ് എ മിയർ തിൻ പ്രിറ്റൻസ്. വളരെ മൃദുലമായ ഒരു നാട്യം മാത്രമായിരുന്നു. ദാറ്റ് ദേ വർ ജെന്യുവൻലി സീക്കിംഗ് ഗൈഡൻസ്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നല്ല നിലയിൽ നേർമാർഗം അന്വേഷിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു നാട്യമുണ്ടല്ലോ, അത് മാത്രമായിരിക്കും. അതുകൊണ്ട് അന്വേഷിക്കുന്നവർ അന്വേഷിക്കുക, കണ്ടെത്തുന്നവർ കണ്ടെത്തുക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു മനുഷ്യനെയും മോശപ്പെടുത്തി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഫലവുമില്ലാത്ത നിലയിൽ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ തെറ്റിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത്. വെൻ അറ്റ് ലാസ്റ്റ്, അതുകൊണ്ടാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മകളെ വിളിച്ചതിന് ഫാത്തിമയെ വിളിച്ച് കൂടെ പറയാറ്, മോളെ നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് കേട്ടോ, എന്നാൽ അള്ളാൻ്റെ മുമ്പിൽ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ലേ. അതുകൊണ്ട് ഒരു പ്രവാചകൻ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും തൻ്റെ മകൾ ഫാത്തിമയെ ആ സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് താക്കീതുമായി വന്ന ഒരു ദൂതൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യരാണ് ഞാനും നിങ്ങളും ഖലീഫത്തുള്ളായും എല്ലാവരും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ്, ആ പാഠമാണ് ഇത് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രിറ്റൻസ്, ഈ നാട്യമുണ്ടല്ലോ, നന്മയ്ക്ക് വേണ്ടിയാണ്, നേർമാർഗത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ നേർമാർഗത്തിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുമ്പിലൊന്നും നമ്മൾ സ്ഥാപിക്കേണ്ടവൻ്റെ അടുത്ത് സ്ഥാപിച്ചാൽ മതി. അത് അള്ളാഹുവാണ് എന്ന സന്ദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകളെ വിളിച്ച് പറഞ്ഞതിലൂടെ എന്ന സത്യവും നമ്മൾ മറന്നു പോകരുത്. വെൻ അറ്റ് ലാസ്റ്റ്, ഒടുവിൽ ദേ ഫെൽ ഷോർട്ട് ഓഫ് എക്സ്ക്യൂസസ്. അവർ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർക്കിതൊന്നും ചെയ്യാൻ വയ്യ. അള്ളാഹ് പറഞ്ഞ കൽപ്പനയോ റസൂലുള്ള കാണിച്ചു തന്ന വഴിയോ അതനുസരിച്ചൊന്നും അവർക്ക് ചെയ്യാൻ വയ്യ. അവർ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിരൂപണവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ദേ ഫെൽ ഷോർട്ട് ഓഫ് എക്സ്ക്യൂസസ്. അവസാനം അവരെന്ത് ചെയ്ത് ഈ കാരണം പറയൽ, ഇനി എന്തോ പറയാനാ, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർ അതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം പിന്നെ കാരണം പറയാൻ ഒന്നുമില്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ദേ മേഡ് ദ സാക്രിഫൈസ്. ഇനിയിപ്പോൾ മറ്റു വഴിയില്ല, എന്നാൽ പശുക്കുട്ടിയെ അറുത്ത് കളയാം എന്ന് പറഞ്ഞ് അവസാനം അവരത് ചെയ്തു. ബട്ട് ദ വിൽ വാസ് വാണ്ടിങ്. എന്നാൽ അവരുടെ ഇച്ഛ, അവരുടെ മനസ്സുണ്ടല്ലോ, അത് വാണ്ടിങ്, അപര്യാപ്തമായതായിരുന്നു. അങ്ങനല്ലായിരുന്നു അത് ചെയ്യേണ്ടത്. അങ്ങനെ ഇത്രയും ചോദ്യങ്ങളെല്ലാം ചോദിച്ച് പ്രവാചകനെ അപമാനിച്ച് മോശപ്പെടുത്തി സംശയാലുക്കളായി ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം അവസാനം ദ വിൽ വാസ് വാണ്ടിങ്, അപര്യാപ്തമായിരുന്നു അവരുടെ ഇച്ഛാശക്തി. വിച്ച് വുഡ് ഹാവ് മെയ്ഡ് ദ സാക്രിഫൈസ് എഫിക്കേഷ്യസ്. സത്യത്തിൽ അവർക്ക് ഉദ്ദിഷ്ട ഫലം കിട്ടുന്നതിന് വേണ്ടി ആയിരുന്നു അവർ ആ സാക്രിഫൈസ്, ആ ബലിയർപ്പണം നടത്തേണ്ടിയിരുന്നത്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പശുക്കുട്ടിയെ നിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ അതിനെ ബലിയർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്യൂരിഫിക്കേഷനാണ് ഫ്രം സിൻ. തങ്ങളുടെ തെറ്റുകൾ മുഴുവൻ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങളുടെ പാവങ്ങളൊക്കെ ശുദ്ധീകരിച്ച് ഞങ്ങൾ നല്ലവരായി തീരുന്നതിന് വേണ്ടി ഉള്ള
പരിശ്രമമാണ് നടത്തുന്നത് എന്ന് അവർ തെളിയിക്കേണ്ടതായിരുന്നു തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ. ദ റിയൽ റീസൺ ഫോർ ദെയർ പ്രിവേരിക്കേഷൻസ്, ഈ അവരുടെ യഥാർത്ഥമായ കാരണം, ദ റിയൽ റീസൺ ഫോർ ദെയർ പ്രിവേരിക്കേഷൻസ്, ഈ ഉഭയാർത്ഥമായി സംസാരിക്കൽ, കറക്റ്റ് അല്ലാതെ സംസാരിക്കുക, വളച്ചു തിരിച്ച് സംസാരിക്കുക, അതായിരുന്നു വാസ് ദെയർ ഗിൽറ്റി. അതാണ് അവരുടെ കുഴപ്പം. അവർ നേരെ ചൊവ്വേ സംസാരിക്കത്തില്ല, അവർ വളഞ്ഞു തിരിഞ്ഞ് സംസാരിക്കും, അല്ലെങ്കിൽ മുന വെച്ച് സംസാരിക്കും. നമുക്കറിയാമല്ലോ നമ്മുടെ രീതികളൊക്കെ അങ്ങനെ ആണല്ലോ. ഒരുത്തിൻ്റെ ഹാർട്ടിൽ കയറിക്കൊള്ളണം. അതല്ലെങ്കിൽ അവൻ്റെ വാക്ക് ഈ പുറത്തേക്ക് വരുന്നതിലൂടെ ആർക്കെങ്കിലും, ഒന്നീ നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ സ്നേഹത്തോട് കഴിയുന്നവർക്ക്, അവർക്ക് ആശ്വാസം പറയുന്ന നിലയിൽ ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു സന്തോഷം, ഒരു നോട്ടം അല്ല, എങ്ങനെ ഒരുത്തനെ കുത്തി നോവിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ സ്വഭാവമാണ് ആ ബനി ഇസ്രായേൽ സന്തതികൾ കാണിച്ചത്. അവസാനം അവരിതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്, അവർക്ക് മനസ്സില്ലാത്ത നിലയിലാണ്. പിന്നെ ഞങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ വലിയ ഇമാമൊക്കെ വന്ന് ഇമാമിൻ്റെ പുറകെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വന്തം സഹോദരങ്ങളെ ആക്ഷേപിക്കുകയും അത് തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സംഘം ആളുകളുടെ ഒരു ഘോഷയാത്രയാണ് വിശുദ്ധ ഖുർആൻ പണ്ട് കാണിച്ചു തന്ന അതിൻ്റെ പ്രതിനിധികളായി നമ്മൾ മാറിപ്പോകുന്നു എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുകയാണ്. ദ റിയൽ റീസൺ ഫോർ ദെയർ പ്രിവേരിക്കേഷൻസ് വാസ് ദെയർ ഗിൽറ്റി കോൺഷ്യൻസ്. അത് അവരുടെ കുറ്റകരമായ അന്ധകരണം കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു സംശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഈ വിശുദ്ധ വചനങ്ങളും ഇതിൻ്റെ വിശദീകരണവും നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു അതിമഹത്തായ പ്രതിഫലം ഐക്യ ലോകത്തും പാരത്രിക ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.